ഇൻസെപ്ഷൻ മൂവി കാണുന്നില്ലേ, ലിറ്ററലി അതാണ് നടക്കുന്നത് പല വാർത്തകളിലും പല രീതിയിലും. ഇന്ന പാർട്ടി ഒന്നും പറയുന്നില്ല, പക്ഷേ ഗിവ് യു എൻ എക്സാമ്പിൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലെറ്റ്സ് ഇപ്പോൾ 4 പാർട്ടീസ് ഉണ്ട്. ഇപ്പോൾ 4 വോട്ടേഴ്സ്, ഒരാൾ നിഷ്പക്ഷമാണെങ്കിൽ 1% ലെറ്റ്സ് 100ൽ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നത് 20-20-20 3 പാർട്ടിക്കാർ. ബാക്കിയുള്ള 40 നിഷ്പക്ഷമായിട്ടുള്ള ആൾക്കാരാണ് ഹൂ ഡിസൈഡ്സ് ദ വോട്ട്. ബിക്കോസ് 20 എന്തായാലും കിട്ടുന്നവർക്കറിയാം. അതിൽ ഒരു പാർട്ടി ചെയ്യുന്നത് അവരെ കുറിച്ച് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള PR അവർ തന്നെ അവരെ കുറിച്ച്, സ്വന്തം പാർട്ടിനെ കുറിച്ച് അവർ തന്നെ ഇറക്കും. അത് ഇറക്കുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ബാക്കി 2 പാർട്ടിക്കാരുണ്ട് ഇവർക്കെതിരായിട്ടുള്ളവർ, അവരിത് അങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്യും. ബിക്കോസ് അവർക്ക് കിട്ടിയ ആയുധമല്ലേ. ആ ആംപ്ലിഫൈ ചെയ്യുമ്പോൾ അവരുടെ കൺസ്യൂമേഴ്സ് ആരാ? ഈ നിഷ്പക്ഷരായ 40% ആൾക്കാരാണ്. ഇവരത് കാണും. ഈ പാർട്ടി 1, 2, 3 അങ്ങനെ ചെയ്യും. ഇവരതിങ്ങനെ വായിച്ചിട്ട് ഈ നിഷ്പക്ഷമായിട്ടുള്ള 40 എത്ര പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്, എത്ര പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ആ 40%ന്റെ 50%, അതായത് 20 ആൾക്കാരുടെ മുകളിൽ ആ ന്യൂസ് കണ്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള വാർത്ത അവർ പുറത്തിറങ്ങും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? സത്യമായിട്ടുള്ള വാർത്ത പുറത്തിറങ്ങുമ്പോൾ ഇവർ നല്ല പിള്ളകളായി. അത് മാത്രമല്ല, നാളെ ഇവരെ കുറിച്ച് ശരിക്കും തെറ്റായിട്ടുള്ള വാർത്ത മറ്റൊരു പറഞ്ഞാലും ഇവരുടെ സ്ഥിരം പരിപാടിയല്ലേ, ഇവർ ഈ ഫേക്ക് PR ആയിട്ട് മുന്നിൽ പോവാണ്, അവർ പറയുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലേക്ക് ഇവരങ്ങോട്ട് കംപ്ലീറ്റ്ലി ഡൈവേർട്ട് ചെയ്യും. ഇതൊക്കെയാണ് കൺസൾട്ടൻസ് ചെയ്യുന്നത്.